ഹായ് കൂട്ടുകാരെ, കാച്ചിൽ കൊണ്ടുള്ള മറ്റൊരു വിഭവമാണ് പരിചയപ്പെടുത്തുന്നത്. 1/2 കിലോ കാച്ചിലോളം ഞാൻ തോലൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. 1/4 ഗ്ലാസ് തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. കഴുകിയിട്ട് ഒരു അരമുറി നാളികേരവും പച്ചമുളകും 1/4 ടീസ്പൂൺ ചെറുജീരകവുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് പാകം ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പ്രഷർ കുക്കറിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കാച്ചിലിങ്ങനെ കൊത്തിയരിഞ്ഞ് മുങ്ങാൻ പാകത്തിന് വെള്ളവും വെച്ച് വേവിച്ചെടുക്കാനാണ് പോകുന്നത്. കൂടെ തന്നെ ഈ ഒരു പരിപ്പും കൂടി ഇതിലേക്ക് ഒപ്പം ഇട്ട് കൊടുക്കാം. എളുപ്പം വേവുന്ന പരിപ്പാണ്. ഇനി ഇതിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. 3 വിസിലടിച്ച ശേഷം ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാച്ചിൽ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പും ഒപ്പം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊന്ന് കുത്തി ഉടക്കിയാണ് നമ്മുടെ ചോറിലേക്ക് ഒഴിച്ചു കറിയായിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇപ്പം ഇത് ഏകദേശം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള നാളികേരവും ജീരകവും പച്ചമുളകും അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വല്ലാതെ അരയൊന്നും വേണ്ട, എന്നാൽ അരയുകയും വേണം. അതിന് നമുക്ക് ഇളക്കി കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റ് തിളയ്ക്കട്ടെ. കറി ഇപ്പം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് കൂട്ടുകാരെ. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. തീ ഓഫ് ചെയ്യാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് വറുത്തിടണം. നല്ലൊരു കറിയാണിത്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണത്. നമുക്ക് ചോറ് കൊണ്ടുപോകാനൊക്കെ പറ്റിയ ഒരു കറിയാണ്. ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മുഴുവൻ കറിയും നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒരു 3 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി കറിയിലേക്ക് വറുത്തിടാം. സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് മൂപ്പിച്ചെടുക്കണം. കൂടെ തന്നെ 4 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട്. ഈ ഒരു കാച്ചിലിൻ്റെ ഗ്യാസ് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒപ്പം തന്നെ ഈ കറുവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളിയും കറുവേപ്പിലയും ഇടാൻ മറക്കരുത്. അതിന് ശേഷം അത് നമുക്ക് നല്ലോണം മൊരിച്ചെടുത്തിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. കറിയിൽ പാകത്തിന് ഉപ്പ് ഇടാൻ മറക്കരുതേ. ഉപ്പാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇപ്പം കറി നല്ല പരിവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടണം. അപ്പോൾ വറുത്തിടുന്ന ഉള്ളിയും ഒക്കെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തീ ഒന്ന് താത്തി കൊടുത്ത ശേഷം കറി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഈ കറിയിലേക്ക് തന്നെ പകർന്നു കൊടുക്കാം. വലിയ ഉള്ളിയുടെ ഒക്കെ ഒരു മണം നല്ല പോലെ ഇതിലേക്ക് ചേർന്ന് വന്നിട്ടുണ്ട്. കൂട്ടാനിപ്പോൾ നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട്. ഒന്ന് തണുത്ത ശേഷം ചോറിനൊപ്പം കഴിക്കാം. കറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.